Yes, this is AGARO's Imperial Air Purifier. This is a സാധാരണ air purifier. This is പല ഉപകാരങ്ങളുണ്ട്. അല്ല ശരിക്കും ഇതുപോലുള്ള എയർ പ്യൂരിഫയറിന്റെ ആവശ്യം നമുക്കൊക്കെ ഉണ്ടോ? അത്യാവശ്യം പൊടിയൊക്കെയുള്ള മലിനവായൊക്കെ വരുന്ന സ്ഥലത്താണ് നിങ്ങളുടെ വീടെങ്കിലും അതുപോലെ തന്നെ പൊടിയിലൂടെയും മറ്റു എയറിലൂടെ വരുന്ന അലർജിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സാധനം വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം ഇതുപോലുള്ള എയർ പ്യൂരിഫയറുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിലുള്ള ബാക്ടീരിയ അതുപോലെ പൊടികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള വായു പുറത്തേക്ക് വിടും. അതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്ന റൂം ആയാലും എന്തായാലും അവിടെ നല്ല ഫ്രഷ്നെസ് ഉണ്ടാവുമെന്ന് മാത്രമല്ല നമുക്ക് വരുന്ന പല ഹെൽത്ത് ഇഷ്യൂസും ഈ സാധനം കൊണ്ട് ഇല്ലാതാക്കാനും പറ്റും. ഈ സാധനം നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാണ് ലഭിക്കുക. ബോക്സിനുള്ളിലായിട്ട് യൂസർ മാനുവൽ, വാറണ്ടി കാർഡ്, റിമോട്ട്, പിന്നെ മെയിൻ യൂണിറ്റും ഇത്രയും സാധനങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഈ കാണുന്ന പോലെ വളരെ മിനിമൽ ആയുള്ള ഒരു ഡിസൈനിലാണ് ഈ എയർ പ്യൂരിഫയർ വരുന്നത്. നമ്മുടെ റൂമിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ അലമ്പൊന്നും ഇല്ലാതെ കാണാൻ കൊള്ളാവുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. മുകളിൽ ഇതുപോലുള്ള കൺട്രോൾ പാനലും ഇവിടെ രണ്ട് സൈഡിലായിട്ട് റൂമിലെ എയർ വലിച്ചെടുക്കാനുള്ള ഇൻലെറ്റും ബാക്കിൽ മുകളിലേക്ക് എന്നുള്ള രീതിയിൽ പ്യൂരിഫൈഡ് എയർ പുറത്തേക്ക് പോകാനുള്ള എയർ ഔട്ട്ലെറ്റും ഇവിടെ ഇതുപോലെ പിടിച്ചുകൊണ്ട് നടക്കാനുള്ള ഹാൻഡിലും നൽകിയിട്ടുണ്ട്. ഫുള്ളി പ്ലാസ്റ്റിക് ബോഡിയാണ്. 400 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് കവർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളുടെ റൂമിലേക്ക് അനുയോജ്യമാണോ എന്നും കൂടെ നോക്കുക. ഫിൽറ്റേഴ്സ് എല്ലാം ഇവിടെ ഓപ്പൺ ചെയ്താൽ കാണാം. 3 ടൈപ്പ് ഫിൽറ്റേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബട്ടൺസ് എല്ലാം ടച്ച് ആണ്, ചുമ്മാ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. പിന്നെ എല്ലാത്തിലും LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് വലിയ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്യൂരിഫിക്കേഷൻ റേറ്റ്, ഫാൻ സ്പീഡ്, ഓപ്പറേറ്റിംഗ് മോഡ് ഇതെല്ലാം വ്യക്തമായിട്ട് അറിയാം. റിയൽ ടൈം എയർ ക്വാളിറ്റിയും റൂം സ്മെല്ലും അറിയാനായിട്ട് ഇവിടെ 3 ടൈപ്പ് LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഗ്രീൻ ആണെങ്കിൽ ഗുഡ്, ഫിയർ ഓറഞ്ച്, റെഡ് പുവർ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫിൽറ്റർ ഓപ്ഷനിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഈ ഒരു മോഡലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിന്റെ കീ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഓട്ടോ മോഡ് കൊടുത്തിട്ടുണ്ട്. അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പ്യൂരിഫയർ താനെ തന്നെ റൂമിലെ എയർ പൊല്യൂഷൻ നോക്കിയിട്ട് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്ത് അതിലേക്ക് വേണ്ട എയർ വോളിയം അഡ്ജസ്റ്റ് ചെയ്യും. ഇതിനായിട്ട് ഡ്യുവൽ സ്മാർട്ട് സെൻസേഴ്സ് ഇതിലുണ്ട്. ഈ ഒരു മോഡ് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ ഒരു സാധനം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. HEPA ഫിൽട്രേഷൻ, UV സ്റ്റെറിലൈസേഷൻ ഉൾപ്പെടെ 7 സ്റ്റേജ് പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇതിലൂടെ ഡസ്റ്റ്, അലർജൻസ്, പൊല്യൂട്ടൻസ്, ബാക്ടീരിയ ഇങ്ങനെയുള്ള എല്ലാം റിമൂവ് ചെയ്യും. എന്നിട്ട് നല്ല ഫ്രഷ് എയർ പുറത്തേക്ക് വിടും. അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ തരത്തിലുള്ള എയർ പ്യൂരിഫിക്കേഷനും ഇതിലൂടെ ലഭിക്കും. ലോ, മീഡിയം, ഹൈ എന്നിങ്ങനെ ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. 1 to 12 ഹവേഴ്സ് വരെ ടൈമറും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള എയർ പ്യൂരിഫയർ ഒന്നും ഫുൾ ടൈം നമ്മൾ ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ടൈമർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. സ്ലീപ്പ് മോഡും ഉണ്ട്. ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ലോ സ്പീഡിലായിരിക്കും വർക്ക് ചെയ്യുക. മാത്രമല്ല സ്ക്രീനും ഓഫ് ആവും. കുട്ടികളൊക്കെ കളിക്കുന്നതിന് സേഫ്റ്റിക്ക് വേണ്ടി ചൈൽഡ് മോഡ് തന്നിട്ടുണ്ട്. ഇത് എനാബിൾ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഏത് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും വർക്ക് ആകില്ല. 3 സെക്കൻഡ് ചൈൽഡ് മോഡ് ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസേബിൾ ആവുകയും ചെയ്യും. മറ്റൊരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് ഇതൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇളകുകയോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓഫ് ആവും. നമ്മൾ തിരിച്ചു വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവുകയും ചെയ്യും. ഇതിന്റെ കൂടെ ലഭിക്കുന്ന ഈ റിമോട്ടിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൺട്രോളും ചെയ്യാം. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇത് അടഞ്ഞ സ്ഥലത്തൊന്നും പോയി കൊണ്ടുവെക്കരുത്. എയർ കയറുന്ന സ്ഥലത്തും ഫ്രഷ് എയർ പുറത്തേക്ക് പോകുന്ന ഈ സ്ഥലത്തും നല്ല ഓപ്പൺ ആയിരിക്കണം. അതായത് ഇതുപോലുള്ള ഏരിയകളിലൊക്കെ വെക്കുക. അതിന്റെ ചുറ്റുഭാഗത്തൊന്നും എയർ ഒന്നും ഉള്ള പോലൊന്നും വെക്കരുത്. അതുപോലെ തന്നെ TV, റേഡിയോ ഇതുപോലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് 1 മീറ്റർ അകലെ വെക്കാൻ ശ്രമിക്കുക. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്തും വെക്കാതിരിക്കുക. പിന്നെ ഇതിലേക്ക് ഡസ്റ്റ്, ബാക്ടീരിയ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത കാലയളവിൽ ഇതിലുള്ള ഫിൽറ്ററുകൾ ക്ലീനും റിപ്ലേസും ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഈ കാണുന്ന പ്രീ ഫിൽറ്റർ 15 ദിവസം കഴിയുമ്പോൾ എടുത്ത് വാക്വം ക്ലീനറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് അത് വാഷ് ചെയ്ത് ഉണക്കി വീണ്ടും അതിലേക്ക് തന്നെ എടുത്തു വെച്ചാൽ മതി. ഈ സെയിം ഫിൽറ്റർ 2 ഇയേഴ്സ് കഴിഞ്ഞാൽ റിപ്ലേസും ചെയ്യണം. രണ്ടാമത്തെ ഈ ഫിൽറ്റർ 2 മാസം കഴിയുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. ഈ ഫിൽറ്റർ വാഷ് ചെയ്യുകയോ ഓവർ പ്രസ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ഈ HEPA ഫിൽറ്റർ വെന്റിലേഷൻ ഉള്ള പ്ലേസിൽ ഒന്ന് വെച്ച് യൂസ് ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 2 ഫിൽറ്ററും 6 മാസം കഴിയുമ്പോൾ റിപ്ലേസ് ചെയ്യണം. ഈ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാനാവുമ്പോൾ ഈ ഐക്കൺ ലൈറ്റ് അപ്പ് ചെയ്യും. അപ്പോൾ എടുത്തിട്ട് മാറ്റിയാൽ മതി. 2 വർഷത്തെ വാറണ്ടിയാണ് കമ്പനി ഇതിന് നൽകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഉപകാരങ്ങളൊക്കെയാണ് ഈ ഒരു എയർ പ്യൂരിഫയർ കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ? നിങ്ങളുടെ റൂമിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പൊടിയുടെയും അലർജിയുടെയും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ലൈവ് പ്രൈസും അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.